നിർഭയനായ പത്രപ്രവർത്തകൻ എന്ന വിശേഷണത്തിന് അർഹനാണ് മാതൃഭൂമിയിലെ അസിസ്റ്റന്റ് എഡിറ്ററായിരുന്ന ശ്രീ പി രാജൻ. അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ സധൈര്യം പത്രപ്രവർത്തനം നടത്തിയതിന് തടവ് ശിക്ഷ അനുഭവിക്കേണ്ടി വന്ന പത്രപ്രവർത്തകൻ ശ്രീ പി രാജനാണ് ഫോർത്ത് എസ്റ്റേറ്റിലെ ഇന്നത്തെ അതിഥി. സ്വാഗതം സാർ. പത്രപ്രവർത്തന രംഗത്ത് മാതൃഭൂമിയിൽ റിപ്പോർട്ടറായി സേവനം തുടങ്ങുന്നു, അസിസ്റ്റൻ്റ് എഡിറ്ററായിട്ട് സേവനം അതുവരെ അനുഷ്ഠിക്കുന്നു. ഈ മേഖലയിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം എന്താണ്? ഞാൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്ന കാലത്ത് തന്നെ പത്രത്തിൽ ഇടയ്ക്ക് ലേഖനങ്ങളും ഒക്കെ എഴുതിക്കൊണ്ടിരുന്നു. അത് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളെക്കുറിച്ചാണ്. എറണാകുളത്ത് മാതൃഭൂമിയുടെ എഡിഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് ശ്രീ ഉദയഭാനു എഡിറ്ററായിട്ട് വരുമെന്ന് തീർച്ചയായ സമയത്ത് അദ്ദേഹം ആണ് എന്നെ പത്രപ്രവർത്തന രംഗത്തേക്ക് കൊണ്ടുവന്നത്. കാരണം ഞാൻ ഈ പത്രപ്രവർത്തന രംഗത്ത് ലേഖനമൊക്കെ എഴുതുന്ന കാര്യം അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് പഠിത്തത്തിൻ്റെ ഇടയിൽ തന്നെ ലോക്കലായി പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം അവിടെ പുതിയ എഡിഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു കൊല്ലം മുമ്പ് റിപ്പോർട്ടറായിട്ട് എറണാകുളത്ത് ഞാൻ ജോയിൻ ചെയ്തു. പിന്നെ അവിടുന്ന് ലീഗൽ കറസ്പോണ്ടൻ്റ് എന്ന തസ്തികയിലേക്ക് മാറി. അപ്പോൾ എല്ലാ രംഗത്തെ പത്രപ്രവർത്തനം സ്പോർട്സ് ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരുന്നു. അന്നൊക്കെ ഇതുപോലെയുള്ള വേർതിരിവില്ല. ലീഗൽ കറസ്പോണ്ടൻ്റ് ആവാനുള്ള കാരണം ഞാൻ നിയമം അറിയാവുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്കും അല്ലെങ്കിൽ നിയമം പഠിച്ച ഒരാൾ പഠിച്ചുകൊണ്ട് അറിവുണ്ടാവണമെന്നില്ല എന്ന നിലയ്ക്കാണ് അതിനെ നിയമിച്ചത്. അതിനുശേഷം പിന്നെ 80 തിരുവനന്തപുരം എഡിഷൻ തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായിട്ട് തിരുവനന്തപുരത്തേക്ക് പോയി. പിന്നെ അവിടെ സ്പെഷ്യൽ കറസ്പോണ്ടൻ്റായി. പിന്നെ അവിടുന്ന് അസിസ്റ്റൻ്റ് എഡിറ്ററായി. ഞാൻ റിപ്പോർട്ട് ജോലി ചെയ്യുമ്പോഴും എനിക്ക് ഈ പ്രാധാന്യമുള്ള പത്രപ്രവർത്തനത്തിൽ താല്പര്യമുണ്ടായിരുന്നു. വെറുതെ വണ്ടി മുട്ടി 4 പേര് മരിച്ചു, സ്കൂപ്പ് എന്നൊക്കെ പറയുന്ന കാര്യത്തിലും ഞാനും ചെയ്തിട്ടുണ്ടതൊക്കെ. കാരണം ഞാൻ രാഷ്ട്രീയ ലേഖനായിരുന്നുകൊണ്ടും ഈ കരുണാകരൻ ഉൾപ്പെടെയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളായിട്ടും വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ എതിർത്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അപ്പോൾ അവരിൽ നിന്ന് വാർത്തകളൊക്കെ എനിക്ക് ശേഖരിക്കാനും പറ്റിയിട്ടുണ്ട്. സ്കൂപ്പ് എന്ന് പറഞ്ഞ് പത്രക്കാർ പറയുന്നതിനോട് എനിക്ക് വലിയ മതിപ്പുള്ള ഒരാളല്ല. അത് പത്രത്തിൻ്റെ വലിപ്പം, സാഹചര്യം, ബന്ധങ്ങൾ ഇതൊക്കെ അനുസരിച്ചുണ്ടാകുന്നതാണ്. ഈ 24 മണിക്കൂർ ചാനലിൻ്റെ കാലത്ത് ഒരു സെക്കൻഡ് നേരത്തെ ഒരു വാർത്ത കൊടുക്കുന്നു എന്നുള്ളതൊന്നും വലിയൊരു കാര്യമില്ല. എങ്ങനെ കൊടുക്കുന്നു, ഏത് വാർത്ത കൊടുക്കുന്നു എന്നുള്ളതിനൊക്കെയാണ് പ്രാധാന്യം. പക്ഷേ എൻ്റെ ജീവിതത്തിലും അങ്ങനെയൊക്കെ ചിലത് വേണമെങ്കിൽ പറയാം. ഞാനത് വലിയൊരു കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. സ്കൂപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ബാംഗ്ലൂരിൽ നടന്ന കോൺഗ്രസിൻ്റെ പിളർപ്പിനോട് മുന്നോടിയായിട്ട് ബാംഗ്ലൂരിൽ നടന്ന AICC സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ പോവുകയും അന്നൊരു നഷ്ടപ്പെട്ട ഒരു സ്കൂപ്പിൻ്റെ ഒരു എൻ്റെ മനസ്സിൽ സ്കൂപ്പ് എന്നെല്ലാവരും പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂപ്പാകാമായിരുന്ന ഒരു കാര്യം നഷ്ടപ്പെട്ടതിനെ പറ്റിയാണ് എനിക്ക് എപ്പോഴും ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. അതായത് 69 ബാംഗ്ലൂർ AICC സമയത്ത് അന്നത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന VV ഗിരി രാജിവെച്ച് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുമെന്ന് എങ്ങനെയാണ് എനിക്ക് ആ വാർത്ത തോന്നിയത് എന്ന് പറഞ്ഞാൽ ഒരു സിക്സ്ത് സെൻസാണ്. കാരണം VV ഗിരിയുടെ പശ്ചാത്തലം എനിക്കറിയാം. അദ്ദേഹം അവിടെ ഗവർണറായിരുന്നു. പക്ഷേ എനിക്ക് അദ്ദേഹത്തെ പരിചയമുണ്ട്. ഒരു ഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ വിളിച്ച് ചോദിക്കാനുള്ള പരിചയം കൊണ്ട് ഇല്ലതാണ്. അന്ന് പ്രമുഖ പത്രലേഖകരായിരുന്നവരെല്ലാം ഈ മീറ്റിംഗ് കൂടുന്ന കുമാരഗൃഹ ഗസ്റ്റ് ഹൗസിൽ ബാംഗ്ലൂരുണ്ട്. ഡൽഹിയിലെ വലിയ പത്രപ്രവർത്തകരൊക്കെ ഉണ്ട്. അവരോട് ഞാനിത് സൂചിപ്പിച്ചു, സാധ്യതയുണ്ടെന്നപ്പോൾ അവർ തള്ളിക്കളയാണ് ചെയ്തത്. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അത് സംഭവിച്ചു. എനിക്കത് വലിയ ഒരു മനസ്സാവുണ്ടാക്കിയത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് ഹിറ്റ്ലർ ഇങ്ങനെ ചാവുമെന്ന് താൻ എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ അഹങ്കാരമായിട്ട് പറയുന്നതെന്ന് തോന്നാമല്ലോ. എൻ്റെ തെളിവെന്ന് ചോദിച്ചാൽ അന്ന് തന്നെ ഞാൻ ഇത് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇപ്പം ഉണ്ടാക്കി പറയുന്നതെന്ന് പറയണ്ട, അന്ന് തന്നെ. അത് ഞാൻ വേറെ ആരോട് ഞാനിത് പറഞ്ഞിട്ടുമുണ്ട്. എനിക്ക് മനസ്സാവും ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. മറ്റേ സ്കൂപ്പിൻ്റെ കാര്യം മാത്രം പറയുകയാണെങ്കിലും പല ആളുകളും വലിയ സ്കൂപ്പുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും എനിക്ക് തുടർച്ചയായിട്ട് 3 സ്കൂപ്പ് ഒരേ കാര്യത്തിൽ
എഴുതിയത് വേണമെങ്കിൽ പറയാം. അതായത് 80-ലെ നായനാർ മന്ത്രിസഭയുടെ പിന്തുണ AK ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പിൻവലിക്കുമെന്ന് ഞാൻ പറയുമ്പോൾ ആ എല്ലാ പത്രത്തിലും മെയിൻ സ്റ്റോറി പിൻവലിക്കില്ല എന്നാണ്. ഞാൻ നാളെ പിൻവലിക്കുന്ന സ്റ്റോറി കൊടുക്കുമ്പോൾ പിറ്റേ ദിവസം പിൻവലിക്കുമ്പോൾ ഞാൻ കൊടുക്കുന്നത് ഇന്ന് മന്ത്രിസഭ കോൺഗ്രസ് വിടും എന്നാണ്. പിന്നെ ഇന്ന ദിവസം രാഷ്ട്രപതി ഭരണം വരുമെന്ന്. അപ്പോൾ അതൊക്കെ 24 മണിക്കൂർ ലേറ്റാണ് മറ്റ് പത്രങ്ങളെല്ലാം. അതിന് കാരണം കരുണാകരനായിട്ടുള്ള അടുപ്പം തന്നെയാണ്. കരുണാകരനെ ഞാൻ എതിർത്ത ആളാണെങ്കിലും കള്ളസാക്ഷി കേസിൽ കരുണാകരൻ്റെ പേരിൽ കേസ് നിൽക്കില്ല എന്ന് മാതൃഭൂമിയിൽ എഴുതിയ ലേഖനം ആണ് അദ്ദേഹത്തിന് എന്നോട് ഒരു അടുപ്പുണ്ടാവാൻ കാരണം. അടിയന്തരാവസ്ഥ എതിർത്തുകൊണ്ടും ഇന്ദിരാഗാന്ധി എതിർത്തുകൊണ്ടും ഇന്ദിരാഗാന്ധിയുടെ ആ കാലത്ത് എഴുതിയേക്കണ ഇവരുടെ കുടുംബം എങ്ങനെ മക്കളെ കൊണ്ടുവന്നു തുടങ്ങിയ ഒരു ലഘുലേഖ തന്നെ ഞാൻ ഇറക്കിയിട്ടുണ്ട്. സഞ്ജയൻ്റെ വരവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കരുണാകരനറിയാം. എന്നാലും പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് അന്ന് ആരുമില്ലാത്ത കാലത്ത് സപ്പോർട്ട് ചെയ്യുമ്പോഴുള്ളൊരു സ്നേഹം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ബന്ധമാണ്. പിന്നെ അടുപ്പം അവസാനം വരെ ഉണ്ടായിരുന്നു എനിക്ക്. അച്ഛനായിട്ടൊക്കെ കരുണാകരനറിയാം. അത് ഒരു കാര്യമാണ്. ഈ നേരത്തെ 69-ലെ കാര്യം പറഞ്ഞല്ലോ. 69-ലെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ പിളർപ്പ് ഇപ്പം ഡൽഹിയിൽ നിന്ന് പോലുമുള്ള പിന്നെ റിപ്പോർട്ടർമാർ വന്നിട്ട് നൽകാൻ പറ്റാത്തൊരു സ്കൂപ്പാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ അന്നത്തെ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? അതിലേക്ക് എത്തിയ കാര്യം അത് കാരണം ഈ ഡൽഹിയിൽ നിന്ന് വന്ന പത്രലേഖരെല്ലാം ഇന്ദിരാഗാന്ധിയോട് അതിരുകടന്ന ബഹുമാനമുള്ളവരും ഒരു പശ്ചാത്തല CPI പശ്ചാത്തലമുള്ള ആളുകളും ഒക്കെയാണ്. സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അവർ മാന്യന്മാരായ കോൺഗ്രസ്സുകാരെ ആക്ഷേപിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. നിജലിംഗപ്പ, മൊറാർജി ദേശായി, അങ്ങനെ കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ജിഞ്ചർ ഗ്രൂപ്പല്ല, നിജലിംഗപ്പൊക്കെ സിൻഡിക്കേറ്റ് പിന്തിരിപ്പന്മാരാന്ന് പറഞ്ഞു. ഇവർ കുറേ ഒരു ഗാന്ധിയൻ രീതിയിലുള്ളവരും മറ്റേ CPIക്കാർക്ക് ഇന്ദിരാഗാന്ധിക്ക് അങ്ങനെയുള്ളൊരു പാരമ്പര്യം കോൺഗ്രസിൻ്റെ ഇല്ലല്ലോ താരതമ്യേന. അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ ആ സെറ്റിൽപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളതാണ് അടിസ്ഥാനപരമായ കാര്യം. പിൽക്കാലത്ത് എൻ്റെ പത്രാധിപരായി വന്ന VPR അതിലൊരു മുമ്പനുമായിരുന്നു. അതൊരു സത്യം തന്നെയാണ്. പക്ഷെ അവരൊക്കെ അന്ന് ഇങ്ങനെ ചിന്തിക്കാനേ സാധ്യതയില്ലാത്ത വിധത്തിൽ ഗിരി ഒരു ഇന്ദിരാഗാന്ധിയുടെ ശിങ്കിടിയായിട്ടും കണക്കാക്കിയിരുന്ന ആളാണെങ്കിൽ മറ്റേ അന്ന് ജഗജീവൻ റാമിൻ്റെ രാഷ്ട്രപതിയാക്കണം എന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ താല്പര്യം. അദ്ദേഹം അത് കൂട്ടാക്കിയില്ല. അങ്ങനെ സഞ്ജീവ റെഡ്ഡിക്ക് ഒപ്പിട്ട് കൊടുത്ത ആളാണ് ഇന്ദിരാഗാന്ധി. സഞ്ജീവ റെഡ്ഡി രാഷ്ട്രപതി സ്ഥാനത്തേക്ക് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി നിയോഗിച്ചതിന് നോമിനേഷൻ ഒപ്പിട്ട് കൊടുത്ത ആളാണ് ഇന്ദിരാഗാന്ധി. 24 മണിക്കൂറിനുള്ളിൽ മാറി വിവീകരിക്ക് വോട്ട് പിടിച്ചു. ഒട്ടും മാന്യമായ പ്രവൃത്തിയല്ലാതെ നമ്മുടെ ബുദ്ധിജീവികളുടെയും പത്രപ്രവർത്തകരുടെയും ചെറ്റത്തരം വളരെ വ്യക്തമായ കാര്യം ആ കാര്യത്തിലാണ്. പലരും ജീവിതത്തിൽ എഴുതിയിൽ ഒരേ ഒരാൾ ഡോം മൊറീസ് മാത്രമാണ് ഈ കാര്യം എഴുതി വെച്ചേക്കുന്നത്. ഒരു പത്രപ്രവർത്തനം എഴുതി വെച്ചേക്കുന്നത് ഹെയർ കാൻഡിഡേറ്റ് എന്നാണ്. ആരെ? ഗിരിയെ, സഞ്ജീവ് റെഡ്ഡിക്ക് ഒപ്പിട്ട് കൊടുത്ത ആളെ. ഇതൊക്കെ നമ്മുടെ ഏറ്റവും ഒരുതരം പത്രപ്രവർത്തനത്തിലെ സേവവൃത്തത്തിൻ്റെയും സത്യസന്ധതയും ഇല്ലായ്മയുടെയും തെളിവാണ്. ഇന്നും അത് വേറെ രൂപത്തിലൊക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇപ്പം ഒരു ദേശീയ രാഷ്ട്രീയം അന്ന് കേരളത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ ഒരു സാഹചര്യം ഇവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെയാണ് അത്? ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്. അന്നും അതെ ഇന്നും അതെ. എനിക്ക് മിക്കവാറും EMS ആയാലും AKJ അവർ മലബാറിൽ നിന്ന് വന്ന നേതാക്കളാണെന്നുള്ളത് കൊണ്ടുള്ള അടുപ്പത്തിന് കുറച്ച് കുറവുണ്ട്. ബാക്കി എല്ലാ നേതാക്കളും ഒരു 1955 തൊട്ട് ഞാൻ സജീവത്തിൽ രാഷ്ട്രീയത്തിലുണ്ട്. എനിക്ക് വളരെ അടുത്ത പരിചയമുണ്ട്. അച്ഛനും ആയിട്ട് ബന്ധമുണ്ട്. അപ്പോൾ മാധവൻ നായർ, പനമ്പള്ളി ഗോവിന്ദൻ അവരൊക്കെ ആയിട്ട് വളരെ അടുത്ത കൊച്ചി രാഷ്ട്രീയത്തിൽ ബന്ധമുണ്ട്. അങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് അടുപ്പുണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി എറണാകുളം ജില്ലയിൽ വരുന്ന എല്ലാ ആളുകളുമായിട്ട് എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇപ്പോൾ BJP അതെ. അങ്ങനെയുള്ളൊരു ബന്ധം വ്യക്തിപരമായി നിലനിർത്തുകയും അതോടൊപ്പം എൻ്റെ അഭിപ്രായം ഞാൻ വിലയിരുത്താതിരിക്കുകയും ചെയ്തുകൊണ്ട് അവർക്ക് പിന്നെ ഇതിനൊക്കെ വല്ല സ്ഥാനത്തിന് പോയി നടന്നാൽ പിന്നെ നമുക്ക് വിലയുണ്ടാവില്ല. അതില്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ എല്ലാ കാര്യങ്ങളും പറയും. അങ്ങനെ എനിക്കറിയാമായിരുന്നു. കേന്ദ്ര നേതൃത്വത്തിലാണ് ഉള്ള ആൾക്കാരും ഒക്കെ അറിയാമായിരുന്നു. അതിലിപ്പോൾ ഒരു മുൻ പ്രധാനമന്ത്രിയായിരുന്ന ചന്ദ്രശേഖർ, അന്നത്തെ ജിഞ്ചർ ഗ്രൂപ്പ് ഇന്ദിരാഗാന്ധിയെ സപ്പോർട്ട് ചെയ്ത ആൾ, അദ്ദേഹത്തോട് എനിക്ക് വ്യക്തിപരമായി തന്നെ ബന്ധമുണ്ടായിരുന്നു. AK ആൻ്റണി നായനാർ മന്ത്രിസഭയ്ക്ക് AK ആൻ്റണി പിന്തുണ പിൻവലിക്കുന്ന കാര്യം സ്കൂപ്പായി എഴുതി എന്ന് പറഞ്ഞു. അതൊരു രാഷ്ട്രീയകാര്യ ലേഖകൻ എന്നുള്ള രീതിയിൽ പിന്നെ താങ്കളുടെ ഒരു വളരെ ശ്രദ്ധേയമായൊരു നേട്ടമായിരുന്നു അത്. അതിലേക്കുള്ള എത്തിച്ചേർന്ന ഒരു സാഹചര്യം അത് പുതിയ തലമുറയിലെ പത്രപ്രവർത്തകർക്ക്, അതായത് അന്ന് പുറത്ത് ഇവർ പറഞ്ഞിരുന്നത് ഞങ്ങൾ എന്തായാലും വിടില്ല,
മുന്നണി തന്നെ നിൽക്കുന്നതാണ്. പക്ഷെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ആരെങ്കിലും ഒരാൾ അത് മുൻപ് തന്നെ ഞങ്ങൾ നാളെ രാജിവെക്കുന്നു പറയുന്ന ഒരു ചരിത്രം ഇല്ല. അത് ശരിയുമല്ല. ജനാധിപത്യത്തിൽ ഒഴിഞ്ഞു മാറ് അങ്ങനെയുള്ള കാര്യങ്ങൾ തീരുമാനിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ സമർത്ഥരായ രാഷ്ട്രീയക്കാർ പറയും. പക്ഷേ AK ആന്റണിക്ക് അന്നത്തെ DCC ഓഫീസിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആക്രമവും ഇതൊക്കെ പുറമെ ജനങ്ങളുടെ പിന്തുണ ഇന്ദിരാഗാന്ധിക്കാന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അവിടേക്ക് എങ്ങനെ മാന്യമായി കയറണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അല്ല എന്ന് പുറത്തു പറയുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പ് നടത്തുകയും ചെയ്യാൻ സാമാന്യ രാഷ്ട്രീയം അറിയുന്ന ആളുകൾക്ക് അത് കണക്ക് കൂട്ടാവുന്നതേ ഉള്ളൂ. ഇവർ പറയുന്ന അതേപോലെ അക്ഷരാർത്ഥത്തിൽ വിശ്വസിച്ചാൽ പറ്റില്ല. അന്നത്തെ ആഭ്യന്തരമന്ത്രി പിന്നെ അങ്ങനെ ഒരു സാധ്യതയില്ല എന്ന് വിളിച്ച് സംസാരിക്കുക അതുണ്ടായിട്ടുണ്ട്. അത് ഏറ്റവും രസകരമായ കാര്യം, അന്ന് TK രാമകൃഷ്ണന് പിൻവലിക്കുന്നതിൻ്റെ രാവിലെ പോലും അന്നത്തെ ഇൻ്റലിജൻസ് ചീഫിനെ വിളിച്ച് ചീത്ത പറഞ്ഞു. താൻ മാതൃഭൂമി വായിച്ചിട്ടാണ് ഞങ്ങളോട് പറയണതെന്നും പറഞ്ഞു. അപ്പോൾ ആ ഇൻ്റലിജൻസിൻ്റെ അന്നത്തെ SRK മേനോൻ, അദ്ദേഹം എൻ്റെ സുഹൃത്തായിരുന്നു, എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയാണല്ലോ മിനിസ്റ്റർ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ താൻ പറഞ്ഞേക്ക് 10 മണി കഴിഞ്ഞിട്ട് അപ്പോഴേക്കും മാറുന്നത്. കാരണം അവർ ശരത് പവാറിനോട് വിളിച്ച് ചോദിക്കാൻ, എന്നാൽ ശരത് പവാറിൻ്റെ കോൺഗ്രസ്സിലാണ് താമസിക്കുക മാത്രമാണ് ചെയ്തത്. ഉറപ്പായിരുന്നു അത് വലിയൊരു, പക്ഷേ ഞാനത് വലിയൊരു കഴിവാണെന്ന്. കാരണം എനിക്ക് AK ആന്റണിയായിട്ടും കരുണാകരനൊക്കെ ആയിട്ടുള്ള അടുപ്പം, മറ്റ് എൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന മറ്റു പത്രങ്ങളിൽ അങ്ങനെ വ്യക്തിപരമായ ബന്ധമുള്ളവരൊന്നും ഉണ്ടായിരുന്നില്ല. വലിയ ആൾക്കാർ തന്നെയായിരുന്നു, ചുമ്മാറിനെ പോലെയൊക്കെ ഉണ്ടാകുന്ന ആൾക്കാരായിരുന്നു. എന്നാലും വ്യക്തിപരമായ അടുപ്പം ഇവരോട് ഇല്ലായിരുന്നു. അതുപോലെ മറ്റൊരു ശ്രദ്ധേയമായ സംഭവം പിന്നെ വായിച്ചറിഞ്ഞത് വെളുത്തുള്ളി കായൽ സമരവുമായി ബന്ധപ്പെട്ട്. അത് വെളുത്തുള്ളി കായൽ സമരത്തിൽ ഞാൻ അതിനെതിരായിരുന്നു. പക്ഷേ എങ്കിലും ഞാൻ മാത്രമായിരുന്നു അവിടെ സന്നിഹിതനായിരുന്നത്. അത് അവിടെ ഒരു ചെറിയ ലാത്തിചാർജിൽ പോലീസ് ബലപ്രയോഗം നടത്തി. ആ ബലപ്രയോഗം നടത്തിയത് ഈ മട്ടാഞ്ചേരിയിൽ നിന്ന് വന്ന INTUC CTTU തൊഴിലാളികൾ കായലിലിറങ്ങി സർക്കാർ പതിച്ചു കൊടുത്ത സ്ഥലത്തിൽ കുറ്റി പറിച്ചപ്പോഴാണ് പോലീസ് ഇറങ്ങിയത്. അപ്പോൾ AK ആന്റണിയൊക്കെ അവിടെ ഇതിൽ ഞാനുണ്ട്, ജോണുണ്ട്, AC ജോസുണ്ട്, അവരെല്ലാം ആ കായലത്തിൻ്റെ തീരത്ത് ഉണ്ട്. അവിടെ വെച്ചാണ് ഒരു യോഗം. ചെറിയൊരു ബലപ്രയോഗം നടത്തി. അന്ന് AK ആന്റണി അത്ര പ്രസിദ്ധനല്ല. AK ആന്റണി എന്ന് പോലീസുകാർക്ക് അറിയുമെന്ന് പോലും പറഞ്ഞുകൂടാ. പക്ഷേ എനിക്കതിൽ ചാരിതാർത്ഥ്യമുള്ളത് ലാത്തി ചാർജ് നടന്നു, ഈ ബോട്ടിൽ പെട്രോൾ എന്നിട്ട് കരട് വന്ന് പൊട്ടുന്നത് ടിയർ ഗ്യാസാന്ന് വരെ ഈ കോൺഗ്രസ്സുകാർ ധരിക്കുകയും ആഫീസ് വിളിച്ചു പറയുകയും ഞാൻ ബലപ്രയോഗം നടത്തിയെന്നല്ലാതെ എഴുതാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് നിയമസഭയിൽ ലാത്തി ചാർജ് എന്ന് പറഞ്ഞ് TO ബാബു ആരായിട്ട് ഉന്നയിച്ച് ചർച്ച വന്നപ്പോൾ EMS എൻ്റെ റിപ്പോർട്ടാണ് വായിച്ചത്. എനിക്ക് അത് എഴുതാൻ അങ്ങനെ തന്നെ പറ്റുള്ളൂ. ഞാൻ ഇവരുടെയൊക്കെ വ്യക്തിപരമായ എന്ന് വെച്ചിട്ട് ഇല്ലാത്ത അതിശയോക്തി എഴുതുക, അത് ഞാൻ പണ്ടും ചെയ്തിട്ടില്ല. ആഫീസിലെ മാനേജ്മെൻറ്റ് പറഞ്ഞാലും ചെയ്തിട്ടില്ല. ഒരു യാഥാർത്ഥ്യത്തിലൊരു വിട്ടുവീഴ്ചയില്ലാത്തൊരു പത്രപ്രവർത്തനമായിരുന്നു നടത്തിയിരുന്നത്. ഒരു യഥാർത്ഥ ചെയ്തിട്ടില്ല. ഈ പുതിയ വിദ്യാർത്ഥികൾക്ക്, ഇപ്പോൾ അന്വേഷണാത്മക പത്രപ്രവർത്തന രംഗത്തുള്ള പിന്നെ കടന്നു വരുന്ന ജേർണലിസ്റ്റുകൾക്ക് ആ മേഖലയിൽ അവർക്ക് പിന്നെ വിജയം കൈവരിക്കണമെങ്കിൽ എങ്ങനെയായിരിക്കണം എന്നുള്ള ഒരു, ആദ്യം മുതൽ തന്നെ അവനവനോട് സത്യസന്ധത പാലിക്കണം. ഇല്ലാത്ത കാര്യം എഴുതാൻ എന്തു തന്നെയാലും കൂട്ടാക്കരുത്. നിങ്ങൾ എഴുതിയില്ലെങ്കിൽ പോലും ഇന്ന് വന്നിരിക്കുന്ന ഏറ്റവും വലിയ അപകടകരമായ കാര്യം, പത്രങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ഏതെങ്കിലും ഒരു പത്രം സത്യം പറയും, സത്യം അങ്ങനെ പുറത്തു വരും എന്ന് വിശ്വസിക്കാവുന്ന ഒരു സാഹചര്യം ഇല്ലാതെയായി. കാരണം പത്ര ഉടമസ്ഥർ, ചാനൽ ഉടമസ്ഥരും കൂടി സംഘടിച്ച് അവരുടെ ഏതെങ്കിലും ഒരാളുടെ വിദൂര താല്പര്യത്തിന് പോയും എതിരായി വരാമെന്ന് കണ്ടാൽ തമസ്കരിക്കുന്ന ഒരവസ്ഥ ഇന്നുണ്ട്. ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച പാർലമെൻറ്റ് അംഗമായ ജിണ്ടൽ ഗ്രൂപ്പ് കൽക്കരി കുംഭകോണത്തിൽ പെട്ട ആളുകളാണ്. അവരെന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് ഈ വാർത്ത അറിയാം, ഇത് കൊടുക്കാൻ പോകുന്നു, അവരെ ബ്ലാക്ക് മെയിൽ ചെയ്തു. CTVയുടെ അസിസ്റ്റന്റ് ലെവലിൽ അവരൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ നടത്തി ആ കാര്യം പുറത്തു കൊണ്ടു. ഈ കാര്യം പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെയില്ല. ഞാനിതെങ്ങനെ ശ്രദ്ധിച്ചു വെച്ചാൽ, ആരും കാണാത്ത വിധത്തിൽ ഹിന്ദുവിലോ എവിടെയോ വായിക്കാൻ പോകുന്ന വലിയൊരു പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ വന്നിട്ടാണ്. ഇനി മേലെ അതുപോലും വരുമോ എന്നെനിക്ക് സംശയമുണ്ട്. ഞാൻ തന്നെ പത്രത്തിലെ ഒരു പേഴ്സണൽ നോൺ ഗ്രാറ്റ, ഒരു അനഭിമതം തന്നെയാണ്, അതെനിക്കറിയാം. കേരളത്തിലെ പ്രമുഖമായ 2 ചാനലുകൾ എന്നെ ബഹിഷ്കരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പത്രങ്ങളും അങ്ങനെ തന്നെയാണ്. പിന്നെ അതല്ലാന്ന് വരുത്താനായിട്ട് ചില ആൾക്കാർ ചോദിക്കും. പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ചിലവരങ്ങനെ, ചിലരല്ല,
ആവശ്യം വരുമ്പോൾ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിലൊക്കെ വിളിക്കാറുണ്ടെന്നല്ലാതെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആൾ തന്നെയാണ്, ഇപ്പോഴും അത് തന്നെയാണ്. കാരണം ഞാൻ പത്രമുതലാളിമാരുടെ നികുതി വെട്ടിപ്പിനും ഭൂമി തട്ടിപ്പിനും എതിരായി ഇന്നും കേസ് നടത്തുന്ന ആളാണ്. അതിൽ എങ്ങനെയാണ് ശരിയാവണം? നമ്മൾ അത് വളരെ എളുപ്പമാണല്ലോ വല്ലവരും കുറ്റം പറയാന്നുള്ളത്. അവനവന് നഷ്ടം വരാത്ത കാര്യത്തിന് ആരെയും കുറ്റം പറയാമല്ലോ. അതാണോ പത്രപ്രവർത്തനം? പത്രപ്രവർത്തനം അങ്ങനെയല്ല, അത് കരിയറിസമാണ്. പത്രപ്രവർത്തനത്തിൻ്റെ മെയിൻ ജോലി എന്താണ്? ടു നോ ദ ട്രൂത്ത് ആൻഡ് ടെൽ ദ ട്രൂത്ത് വിച്ച് യു നോ. ഇതാണ് പത്രപ്രവർത്തനത്തിന് ആധികാരികമായ ഒരു ചുമതലയായിട്ട് കുറിച്ച പുതു സാഹചര്യങ്ങൾ ഇന്ന് ഇല്ലാന്നാണോ? ഇന്നില്ല സാഹചര്യങ്ങൾ ഇന്നില്ല. റിസ്ക് എടുക്കണം, ജോലി പോകുന്ന എന്ന ഒരവസ്ഥ തന്നെയുണ്ട്. ഇതിനെപ്പറ്റി ആലോചിക്കുന്നത് വളരെ മുമ്പ് തന്നെ പത്ര ഉടമസ്ഥരുടെ കൺട്രോള് എത്രത്തോളം ആകാം പത്രത്തിൻ്റെ ഉള്ളടക്കത്തിൽ എന്നുള്ളത് വളരെ പിന്തിരിപ്പന്മാരെ എന്ന് ആക്ഷേപിക്കുന്ന CP രാമസ്വാമി ഉൾപ്പെടെയുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഒന്നാം പ്രസ് കമ്മീഷനിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്നും പറഞ്ഞ് അന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും ഇത് ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നില്ല. രണ്ടാമത്തെ പ്രസ് കമ്മീഷനിൽ KK മാത്യു, ആ പേര് തന്നെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നില്ലല്ലോ. ഡിഫ്യൂഷൻ ഓഫ് ഓണർഷിപ്പ്, ഇത്ര 50,000 കോപ്പിയെ കൂടുതൽ പത്രമുള്ളവരുടെ ഉടമസ്ഥാവകാശം എങ്ങനെ വികേന്ദ്രീകരിക്കണം എന്ന് ശുപാർശ ചെയ്തിട്ടുള്ളതാണ്. അതും കഴിഞ്ഞ് 2010 ഇൻ്റർനാഷണലായിട്ട് വൈറ്റ് എന്ന് പറയുന്ന വാഷിങ്ടൺ പോസ്റ്റിൻ്റെ എഡിറ്ററായിരുന്ന അദ്ദേഹത്തിൻ്റെ